അങ്ങനെ ഈ കൊല്ലത്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 മാസം നിൽക്കുന്ന ട്രിപ്പാണല്ലോ. അപ്പോൾ നമ്മൾ കുവൈറ്റ് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് സമയം പിടിച്ചു നമുക്ക് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിയാൻ. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം കൂടി ഉണ്ടല്ലോ ബാക്കി, നമുക്കൊന്ന് ലോഞ്ചിലൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പതുക്കനെ ഗേറ്റിലേക്ക് എത്തിയാൽ മതിയല്ലോ എന്ന്. നമ്മൾ എന്നിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നമ്മൾ ഗേറ്റിൽ പോകേണ്ട സമയം. അപ്പോൾ നമ്മളിന്ന് പോണത് എമിറേറ്റ്സിലാണ്. അപ്പോൾ എമിറേറ്റ്സിൽ നമ്മൾ പക്ഷെ പോണത് ദുബായിലേക്കല്ല, ദുബായിൽ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ആയിരുന്നു സീറ്റ് കിട്ടിയിരുന്നത്. നല്ല ഫ്ലൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിടേക്ക് ഒരു ക്രൂ വന്നിട്ട് നമ്മുടെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്ത് തന്നു. അത് നമുക്കൊരു മെമ്മറായിട്ട് അവർ തന്നു ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. ശരിക്കും ഇവിടുന്ന് 2 മണിക്കൂറിനുള്ള യാത്രയേ ഉള്ളൂ കുവൈറ്റിൽ നിന്ന് ദുബായിലേക്ക്. പക്ഷെ നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദുബായിലെത്തി. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്ഥലത്തേക്ക് പോകണേ. അതെവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞുതരാം.